ഉഷ്ണതരംഗത്തിൽ തളർന്ന ജില്ല. ബൈക്ക് യാത്രയ്ക്കിടെ അന്തിക്കാട് സ്വദേശിക്ക് സൂര്യതാപമേറ്റു. കാനാണിയിൽ നിന്നും കാണാതായ യുവതിയെയും 1.5 വയസ്സുകാരിയായ മകളെയും കനൌലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് കല്ലിടവഴി സ്വദേശി കൃഷ്ണപ്രിയ, മകൾ പൂജിത എന്നിവരാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രം. ക്ഷേത്രഗോപുരം വിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി. ആറാട്ടിന് ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ കടവ് ഒരുങ്ങി. പെരുമ്പലാവ് ചന്തയിൽ പോത്തിന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉയർന്ന താപനില സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. വെള്ളാനിക്കരയിൽ കഴിഞ്ഞ ദിവസം 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. സൂര്യാഘാത സൂര്യതാപ സാധ്യത കണക്കിലെടുത്ത് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ജോലി സമയം പുനഃക്രമീകരിച്ചത് മെയ് 15 വരെ നീട്ടി. വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ക്ഷേത്രങ്ങളിലെ ശീവേലി അടക്കമുള്ള ചടങ്ങുകളുടെ സമയം തന്ത്രിയുടെ ക്രമീകരിക്കുന്നതിന് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർമാരെ ചുമതലപ്പെടുത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ഉത്തരവിട്ടു. അതേസമയം സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നതിനിടെ സംസ്ഥാന വൈദ്യുതി ലോഡ് ഷെഡിംഗിലേക്ക്. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലേക്ക് കടന്നതോടെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തണമെന്ന് KSEB ആവശ്യപ്പെട്ടു. മെയ് 2 ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. ബൈക്ക് യാത്രയ്ക്കിടെ അന്തിക്കാട് സ്വദേശിക്ക് സൂര്യതാപമേറ്റു. അന്തിക്കാട് പോലീസ് സ്റ്റേഷന് സമീപം കോഴിപ്പറമ്പിൽ ദീപകിനാണ് സൂര്യതാപമേറ്റത്. LIC ഏജന്റായ ദീപക് പുത്തൻപീടികയിൽ നിന്ന് അന്തിക്കാട്ടേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സൂര്യതാപമേറ്റത്. ഉടനെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടി. കാനാണിയിൽ നിന്നും കാണാതായ അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം പാലാഴിയിൽ കാക്കമാട് പ്രദേശത്ത് പുഴയിൽ കണ്ടെത്തി. മണലൂർ ആനക്കാട് സ്വദേശിനി കുന്നത്തുള്ളി വീട്ടിൽ 24 വയസ്സുള്ള കൃഷ്ണപ്രിയ, മകൾ 1.5 വയസ്സുള്ള പൂജിത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെ ഭർതൃഗൃഹത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് യുവതി മകളെയും കൊണ്ട് വീട് വിട്ടിറങ്ങിയത്. വൈകുന്നേരമായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് യുവതിയുടെ ഭർത്താവ് അന്തിക്കാട് കല്ലിടവഴി സ്വദേശി അഖിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെയോടെ പാലാഴിയിൽ കാക്കമാട് പ്രദേശത്ത് നടക്കാനിറങ്ങിയവരാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കണ്ടത്. പുഴയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. ഇതിന് സമീപത്തുനിന്ന് ലഭിച്ച ബാഗിൽ നിന്ന് യുവതിയുടെ ID കാർഡ് പോലീസിന് ലഭിച്ചു. അമ്മയും കുഞ്ഞും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:45 മുതൽ 3:30 വരെ ഏനാമാവ് നെഹ്റു പാർക്കിൽ ഉണ്ടായിരുന്നതായി DTPC ജീവനക്കാരി രഞ്ജിനി പോലീസിൽ അറിയിച്ചിരുന്നു. അന്തിക്കാട് SI പ്രവീണിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സ്റ്റേഷൻ ഓഫീസർ P വർഗീസിന്റെ നേതൃത്വത്തിൽ നാട്ടികയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം മൃതദേഹം പുറത്തെടുത്തു. സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നതിനിടെ പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് സ്വദേശിനിയായ 5 വയസ്സുകാരി മുങ്ങി മരിച്ചു. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് അയ്യംകുളങ്ങര വീട്ടിൽ ഷെബിൻ ലിജി ദമ്പതികളുടെ മകൾ 5 വയസ്സുള്ള ജെനിഫറാണ് മരിച്ചത്. താൽക്കാലികമായി താമസിച്ചിരുന്ന ആലുവയിലെ ഫ്ളാറ്റിലുള്ള സ്വിമ്മിംഗ് പൂളിൽ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനിടയിലാണ് അപകടം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രമായി. ശീവേലിക്ക് പാറഞ്ഞൂർ നന്ദൻ തിടമ്പേറ്റി. 17 ഗജവീരന്മാർ ശീവേലി എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. പെരുവനംകുട്ടന്മാരാരുടെ നേതൃത്വത്തിലാണ് പഞ്ചാരിമേളം അരങ്ങേറിയത്. കനത്ത വേനൽ ചൂടിലും ആയിരങ്ങളാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് ഒഴുകിയെത്തിയത്. ക്ഷേത്രഗോപുരം വിട്ട് പുറത്തേക്കിറങ്ങിയ ഭഗവാനെ കിഴക്കേ ഗോപുരനടയിൽ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി വരവേറ്റു. ക്ഷേത്രത്തിലെ 4 പ്രദക്ഷിണത്തിന് ശേഷം കൊടിമര ചുവട്ടിൽ പാണിക്കുട്ടിയാണ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയത്. കിഴക്കേ ഗോപുരദ്വാരത്തിലും ഗോപുരത്തിനോട് ചേർന്നുള്ള ആൽമരത്തിന്റെ തറയിലും ഹവീസ് തൂകി തന്ത്രിയും പരികർമ്മികളും ആൽത്തറയിലേക്ക് നടന്നു. തുടർന്നാണ് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയത്.
ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടിന് ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ കടവ് ഒരുങ്ങി. ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ആറാട്ട്. ദേവന്റെ നീരാട്ടിനും ഭക്തർക്ക് ആറാട്ട് മുങ്ങുന്നതിനും കടവിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ആഴത്തിൽ ചെളി നിറഞ്ഞു നിൽക്കുന്നതിനാൽ പതിവായി ഉപയോഗിക്കുന്ന കടവ് മാറ്റി സമീപത്തെ സ്ഥലത്ത് പ്രത്യേകം പന്തൽ തയ്യാറാക്കി. ആറാട്ടിന് ശേഷം 10,000-ഓളം ആളുകൾക്ക് കഞ്ഞിയും പുഴുക്കും നൽകും. ഇതാദ്യമായി ആറാട്ടിനൊപ്പം ദിവസം വകയായി പഞ്ചാരി മേളവും നടക്കും. കൂടപ്പുഴ NSS കരയോഗമാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. പെരുമ്പിലാവ് ചന്തയിൽ പോത്തിന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. പോത്തിനെ വിൽപ്പനയ്ക്കും വാങ്ങാനുമായി എത്തിയവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാട്ടകമ്പാൽ സ്വദേശി ഷെഫ്ജീർ പോപ്പു, കീക്കര സ്വദേശി റഷീദ് തുടങ്ങിയവർ ചേർന്നാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോത്തിനെ തളച്ചത്. കയ്പമംഗലത്ത് പോസ്റ്റ് ഓഫീസിലെ ത്രാസുകൾ റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ദേശീയപാതയോരത്ത് കയ്പമംഗലം പനമ്പിക്കുന്നിലെ പഴയ പോസ്റ്റ് ഓഫീസിന് സമീപമാണ് തപാലുകളുടെ തൂക്കം നോക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള 2 ത്രാസുകൾ കണ്ടെത്തിയത്. പഴയ ഓഫീസിൽ നിന്നും ആരെങ്കിലും മോഷ്ടിച്ച ശേഷം റോഡരികിൽ ഉപേക്ഷിച്ചതാകാമെന്ന് സംശയിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ നിന്നും ഇരുമ്പ് ഷീറ്റുകൾ കടത്തിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ചിരുന്നു. മാള ആനപ്പാറയിൽ വാഹനത്തിൽ കൊണ്ടുവന്ന് വഴിയോരത്ത് തള്ളിയ മാലിന്യം പോലീസ് തിരിച്ചെടുപ്പിച്ചു. ആനപ്പാറ വടക്കും ഭാഗത്ത് റോഡിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് മാലിന്യം തള്ളിയത്. ചാക്കുകളിൽ നിറച്ചു കൊണ്ടുവന്ന മാലിന്യം പരിസരത്ത് ദുർഗന്ധത്തിനിടയാക്കിയിരുന്നു. പരാതിയെ തുടർന്ന് മാള SI CK സുരേഷിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് വാഹനത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. മാലിന്യം കൊണ്ടുവന്ന തൊടുപുഴ സ്വദേശി സഫർ ഇക്ബാലിനെ വിളിച്ചുവരുത്തി മാലിന്യം തിരിച്ചെടുപ്പിക്കുകയായിരുന്നു. കരിമത്രയിൽ കിണറ്റിൽ വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കരിമത്ര കാപ്പിയിൽ ആഞ്ഞിലിക്കടവത്ത് അഷ്റഫ് മകൻ അൻവർ ഷബാസാണ് കിണറ്റിൽ വീണത്. കിണർ വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികൾക്ക് ശ്വാസതടസ്സം ഉണ്ടാകാതിരിക്കാനായി ടേബിൾ ഫാൻ കെട്ടിയിറക്കുന്നതിനിടെ കാൽതെറ്റി വീഴുകയായിരുന്നു. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തിയാണ് അൻവറിനെ പുറത്തെടുത്തത്. തലയ്ക്ക് പരിക്കേറ്റ അൻവറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതിമാറി ഒഴുകിയ ഭാരതപ്പുഴയിലെ വാഴാലിപ്പാടം മാനന്നൂർ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് തകർന്ന തടയണയുടെ പുനർനിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത്. 2018 പ്രളയത്തിലാണ് ഉരുക്ക് തടയണയുടെ ഒരു ഭാഗം തകർന്ന് പുഴ ഗതിമാറി ഒഴുകിയത്. 10 കോടി രൂപ ചെലവിട്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തടയണ നിർമ്മിക്കുന്നത്. മെയ് അവസാനത്തോടെ പണി പൂർത്തിയാക്കുമെന്ന് കരാർ വിഭാഗം അറിയിച്ചു. പുഴയുടെ അതിർത്തി തിരിച്ച് 350 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയുടെ പണിയും പുരോഗമിക്കുന്നുണ്ട്. വാഴാലിപ്പാടം ഭാഗത്ത് 2 മീറ്റർ ഉയരത്തിൽ സമീപത്തുള്ള കുടിവെള്ള പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിക്കാൻ മാനന്നൂർ ഭാഗത്ത് 10 മീറ്റർ ഉയരത്തിൽ ഷട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചാവക്കാട് കുരഞ്ഞയൂരിൽ പ്രവർത്തിച്ചിരുന്ന PJ അഗ്രോ ഫുഡ്സ് എന്ന സ്ഥാപനത്തിൽ വലിയ ക്യാനുകളിൽ സൂക്ഷിച്ചിട്ടുള്ള കെമിക്കലുകൾ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നിർവീര്യമാക്കാൻ നടപടിയെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. നിലവിൽ സ്ഥാപനം SBIയുടെ ജപ്തിയിലായതിനാൽ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ കുരഞ്ഞയൂർ പഞ്ചായത്ത് സെക്രട്ടറിയും മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിസ്ഥിതി എഞ്ചിനീയറും സംയുക്തമായി ഫാക്ടറിയിൽ വെച്ച് തന്നെ കെമിക്കലുകൾ നിർവീര്യമാക്കണമെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി നിർദ്ദേശം നൽകി. ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം നടത്തുന്ന പരിസര മലിനീകരണത്തിനെതിരെ സമർപ്പിച്ച പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷമാണ് കമ്മീഷൻ ഉത്തരവ്. കുരഞ്ഞയൂർ സ്വദേശി VA ചാക്കോ, കടന്തോട് സ്വദേശി മാധവി എന്നിവർ സമർപ്പിച്ച പരാതികളിലാണ് നടപടി. വേലൂർ പഞ്ചായത്തിൽ അംഗൻവാടിക്ക് ഗേറ്റ് നിർമ്മിച്ചുവെന്ന വ്യാജരേഖയുണ്ടാക്കി കരാറുകാരൻ ഫണ്ട് തട്ടിയെടുത്തതായി പരാതി. 2016 ചെയ്യാത്ത നിർമ്മാണ പ്രവർത്തനത്തിന് കരാറുകാരൻ ഫണ്ട് കൈപ്പറ്റിയത്. പഞ്ചായത്ത് 12-ാം വാർഡിൽ മണിമലർക്കാവ് പ്രദേശത്തുള്ള 76-ാം നമ്പർ അംഗൻവാടിക്ക് ഗേറ്റ് നിർമ്മിച്ചുവെന്ന് രേഖയുണ്ടാക്കിയാണ് 6,145 രൂപ തട്ടിയെടുത്തത്. 12-ാം വാർഡ് മെമ്പർ CD സൈമണാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വിവരാവകാശ രേഖകളിൽ അംഗൻവാടിക്ക് വേണ്ടി കരാറുകാരൻ ഗേറ്റ് നിർമ്മിച്ചതായും ഇതിനായി 6,145 രൂപ DDയായി കൈപ്പറ്റിയെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കാലയളവിൽ അംഗൻവാടിക്ക് ഗേറ്റ് നിർമ്മിച്ചിട്ടില്ലെന്നും നിർവഹണ ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ കരാറുകാരൻ പണം തട്ടിയെന്നും വാർഡ് മെമ്പർ CD സൈമൺ ആരോപിച്ചു.
പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്പർ 76 നമ്പർ അംഗൻവാടി മണിമലക്ക് മേഖലയുള്ള അംഗൻവാടിയിൽ 2015-2016 വർഷത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് 6,914 രൂപ അനുവദിക്കുകയും 6,145 രൂപ കരാറുകാരൻ കൈപ്പറ്റുകയും ചെയ്തിട്ടും ഇതുവരെയായിട്ട് അവിടെ അംഗൻവാടിക്ക് ചുറ്റുമതിലുണ്ടെങ്കിലും ഗേറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗേറ്റിനെ കരാറുകാരൻ പണം കൈപ്പറ്റിയിട്ടും എന്തുകൊണ്ട് ഗേറ്റ് സ്ഥാപിച്ചില്ല എന്നാണ് ഈ അവസരത്തിൽ ഞാൻ ചോദിക്കുന്നത്. വിവരാവകാശ രേഖ പ്രകാരം പണം കൈപ്പറ്റിയിട്ടുണ്ട്, ഗേറ്റ് വെച്ചിട്ടുണ്ട് എന്ന് വിവരാവകാശ രേഖകൾ കാണിക്കുന്നു. ചന്ദ്രാപിന്നി സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയും 18ഓളം കേസുകളിൽ പ്രതിയുമായ ചന്ദ്രാപിന്നി കണ്ണനാംകുളം സ്വദേശി ഏറാക്കൽ സൂരജ് എന്ന അനുവിനെതിരെയാണ് തൃശൂർ റേഞ്ച് ഡിഐജി അജിത ബീഗം കാപ്പ ആക്ട് പ്രകാരം 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയത്. കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെയും കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാറിന്റെ ശുപാർശയുടെയും അടിസ്ഥാനത്തിലാണ് നടപടി. സൂര്യകാന്തി പാടം പൂവണിഞ്ഞു നിൽക്കുന്നത് 60-കാരനായ കൈലാൻ ചന്ദ്രന്റെ സ്വപ്നമായിരുന്നു. ഏറെക്കാലമായി കൊണ്ടുനടന്ന ആ മോഹം പൂവണിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് 40 വർഷമായി കൃഷി ചെയ്യുന്ന ചന്ദ്രന്റെ മുഖത്ത് തെളിയുന്നത്. വളരെ കുറച്ച് വെള്ളം മാത്രം ആവശ്യമുള്ളത് സൂര്യകാന്തി കൃഷിക്ക് അനുകൂലമാണ്. മറ്റു വിളകൾ കടുത്ത ചൂടിനെ അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സൂര്യകാന്തി ചെടികൾ പൂവിട്ട് നിൽക്കുന്നു. 1/2 കിലോ സൂര്യകാന്തി വിത്ത് 5000 രൂപയ്ക്കാണ് വാങ്ങിയതെന്ന് ചന്ദ്രൻ പറഞ്ഞു. 3500 തൈ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ നല്ല റിസൾട്ടാണ് കാണുന്നത്. അടുത്ത പ്രാവശ്യം ഇതിലും ഇരട്ടി ചെയ്യാനുള്ളൊരു സംവിധാനത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് വിത്തായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1 മാസമാകും വിളവെടുപ്പ് നടത്താനായിട്ട്. പൂവായി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താം. അത് കഴിഞ്ഞ് ഉണക്കി പാക്ക് ചെയ്ത് വിത്ത് കൊടുക്കാനാണ് നമ്മളിത്. 2 മാസം വളർച്ചയെത്തിയപ്പോൾ പൂവിട്ടത് 1 മാസത്തിനുള്ളിൽ വിളവെടുക്കാം. മാള പഞ്ചായത്തിലെ കോൾക്കുന്നിലാണ് ചന്ദ്രൻ 70 സെന്റ് സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ 3500 തൈകൾ വളർത്തിയത്. പാട്ടത്തിനെടുത്ത 12 ഏക്കറിൽ വിവിധ കൃഷികൾ ചെയ്യുന്നതിൽ സൂര്യകാന്തിയാണ് ഇപ്പോൾ മികച്ചതായത്. കൂടാതെ മികച്ച വിളവും വിലയും കിട്ടിയത് ചൈനീസ് കാബേജിനും പൊട്ടുവെള്ളരിക്കുമാണ്. കൃഷിക്ക് കൂടുതൽ വെള്ളം ആവശ്യമില്ലാതെ മൾച്ചിങ് ഷീറ്റും തുള്ളി നനയുമാണ് ഉപയോഗിക്കുന്നത്. TCV മാള. ലഹരിക്കെതിരെ ഷോർട്ട് ഫിലിം സ്വിച്ച് ഓൺ കർമ്മവും ലഹരിക്കെതിരെയുള്ള ടെലിസിനിമയുടെ പ്രദർശനവും അന്തിക്കാട് മുൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജ്യോതിഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഷിബു കൊല്ലാറ അധ്യക്ഷത വഹിച്ചു. നടനും ഗാനരചയിതാവുമായിരുന്ന അന്തരിച്ച വാക്കറ ബഷീറിന്റെ ഗാനങ്ങളുടെ പ്രകാശനം ചലച്ചിത്ര താരം വിനോദ് കോവൂർ നിർവഹിച്ചു. ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. അന്തിക്കാട് റഷീദിന്റെ കലാജീവിതത്തിനും ലഹരിവിരുദ്ധ പോരാട്ടത്തിനും പിന്തുണ നൽകി പ്രോത്സാഹിപ്പിച്ച മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AV ശ്രീവത്സൻ, മണികണ്ഠൻ പുളിക്കത്തറ, ആന്റോ തുറയൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് വടക്കേത്തുറവിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ 1.5 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച കേസിൽ പ്രതി പിടിയിൽ. ആലപ്പുഴ സ്വദേശി അമ്പാടി വീട്ടിൽ പ്രദീപിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 13-നായിരുന്നു സംഭവം. പ്രതിയുടെ പേരിൽ കൊരട്ടി, ഒല്ലൂർ, വിയൂർ, തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളിലായി മാല മോഷണ കേസുകളും ബംഗളൂരുവിൽ പ്രതിക്കെതിരെ കള്ളനോട്ട് കേസുകളും ഉണ്ട്. പുതുക്കാട് SHO സജീഷ് കുമാർ, SIമാരായ പ്രദീപ് കുമാർ, സുധീഷ്, CPO ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ കുരഞ്ഞയൂരിൽ ജപ്തി നടപടി നേരിടുന്ന വ്യവസായ സ്ഥാപനത്തിലെ രാസവസ്തുക്കൾ നിർവീര്യമാക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് നടപ്പിലാക്കിയില്ലെന്ന് മലിനീകരണ വിരുദ്ധ സമിതി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഡിസംബർ 29-ന് കമ്മീഷൻ നൽകിയ ഉത്തരവാണ് ഇതുവരെയും നടപ്പാക്കാത്തത്. ഫാക്ടറിയിൽ നിന്ന് രാത്രി സമയത്ത് മാലിന്യം പാടങ്ങളിലേക്കും നദിയിലേക്കും ഒഴുക്കിവിടുന്നെന്ന പരാതിയിൽ വാസ്തവമുണ്ടെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചിരുന്നു. സ്ഥാപനം ജപ്തി ചെയ്ത SBIയുടെ അനുമതിയോടെ പഞ്ചായത്ത് സെക്രട്ടറി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, പരിസ്ഥിതി എഞ്ചിനീയർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഫാക്ടറിയിൽ തന്നെ രാസവസ്തുക്കൾ നിർവീര്യമാക്കണമെന്നായിരുന്നു ഉത്തരവ്. എന്നാൽ ഉത്തരവ് ഇതുവരെയും നടപ്പാക്കിയില്ലെന്നും രാസവസ്തുക്കൾ പ്രദേശവാസികൾക്ക് ഭീഷണിയായി തുടരുകയാണെന്നും മലിനീകരണ വിരുദ്ധ സമിതി നേതാക്കൾ പറഞ്ഞു. സമരസമിതി കോർഡിനേറ്റർ K. അനീഷ്, മാധവി കടാന്തോട്, സുബൈദ വൈപ്പൻകാട്ടിൽ, ശാന്തകുമാരി കുരഞ്ഞയൂർ, പ്രിൻസി ചാക്കോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കാട്ടുപന്നികളെ പോലെ കുറുനരികളെയും വെടിവെച്ച് കൊല്ലാൻ അനുമതി വേണമെന്ന് ഗുരുവായൂർ നഗരസഭ കൌൺസിലിൽ ആവശ്യമുയർന്നു. കഴിഞ്ഞ ദിവസം ചോൽപ്പുറം മേഖലയിൽ 10 പേർക്ക് കുറുനരിയുടെ കടിയേറ്റ പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യമുയർന്നത്. കുറുനരികളുടെ ആക്രമണത്തിനിരയാകുന്നവർക്ക് ചികിത്സാ സഹായം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് നിയമം അനുവദിക്കുന്നില്ലെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് സിരിജഗൻ കമ്മിറ്റി വഴി ചികിത്സാ സഹായം ലഭിക്കുമെന്നും അറിയിച്ചു. കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ അനുമതി ആവശ്യപ്പെട്ട ലൈസൻസുള്ള തോക്കുടമയ്ക്ക് അനുമതി നൽകി. ഒരു പന്നിക്ക് 2000 രൂപ നിരക്കിലാണ് അനുമതി നൽകിയത്. നഗരസഭാ പരിധിയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കാനും കൌൺസിൽ തീരുമാനിച്ചു. യോഗത്തിൽ ചെയർമാൻ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപത്തെ കലുങ്കിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് മാലിന്യങ്ങൾ റോഡരികിലെ കലുങ്കിനടിയിൽ ഇടുന്നത്. മദ്യക്കുപ്പികളും കലുങ്കിനടിയിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ്. മാലിന്യങ്ങൾ തിന്നാനെത്തുന്ന നായ്ക്കളുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചേലക്കരയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീപിടുത്തം. നാട്ടിൻചിറ ലായിലക്കുളമ്പ് അംഗൻവാടി പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് തീ പടർന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കി. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഒരുക്കത്തിന്റെ ഭാഗമായുള്ള നവനാൾ ചൊവ്വയുടെ സമാപനത്തോടനുബന്ധിച്ച് തിരുശേഷിപ്പ് പ്രദക്ഷിണം നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കുട്ടത്തിൽ, ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ തുടങ്ങിയവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയും ആളൂർ പഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച കലാസാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. വൈകിട്ട് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. ഗ്രാമിക അക്കാദമിയുടെ 16ാം വാർഷികാഘോഷം VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ കലാപരിപാടികൾ നടക്കും. സമാപന സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകരായ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, ജനറൽ കൺവീനർ PK കിട്ടൻ, ഗ്രാമിക സെക്രട്ടറി EK മോഹൻദാസ് തുടങ്ങിയവർ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാഴൂർ യൂണിറ്റ് വാർഷികം ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ആന്റണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഭാഗ്യനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ബാച്ചിലർ ഓഫ് സയൻസിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആദിത്യനെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്കിന്റെ ജപ്തി നടപടിയെ തുടർന്ന് ഓട്ടിസം ബാധിച്ച മക്കളെയും രോഗിയായ ഭാര്യയെയും കൊണ്ട് വീട് വിട്ടിറങ്ങാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്ന കടങ്ങോട് പഞ്ചായത്തിലെ എയ്യാൽ മണ്ണഴി മുരളിക്ക് TCV വാർത്ത തുണയായി. മുരളിയെയും കുടുംബത്തെയും സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മയ്ക്ക് ഫണ്ട് ശേഖരിക്കാൻ TCV വാർത്ത വലിയ സഹായമായി മാറുകയായിരുന്നു. ബാങ്കിലെ വായ്പാ തുക തിരിച്ചടച്ച് ജപ്തി നടപടികൾ ഒഴിവാക്കി വീടിന്റെ ആധാരം തിരിച്ചെടുത്ത് എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ മുരളിക്കും കുടുംബത്തിനും കൈമാറി. ഫണ്ട് സമാഹരിക്കാൻ TCV വാർത്ത വലിയ സഹായമായി മാറിയെന്ന് ഗ്രാമസഭാ അഡ്മിൻമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മക്കളുടെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ വീടിന്റെ പണിക്കും വേണ്ടിയിട്ടാണ് കുന്നംകുളം കാർഷിക വികസന ബാങ്കിൽ നിന്നും അദ്ദേഹം ലോൺ എടുത്തത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നതിന്റെ അവസ്ഥയിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ജോലിക്ക് പോകാനും അതുപോലെ തന്നെ അത് അടയ്ക്കാനും വേണ്ടി സാധിച്ചില്ല. ജപ്തി നോട്ടീസ് കിട്ടുന്ന സാഹചര്യത്തിലാണ് നമ്മളെ അറിയിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് TCV നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആ റിപ്പോർട്ട് വരികയും അത് ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്തു. കൂടാതെ നിരവധിയായിട്ടുള്ള ആളുകൾ നമുക്ക് അതിന് സഹായമായിട്ട് മുന്നോട്ട് വന്നു. അപ്പൊ അതും കൂടി ചേർത്താണ് നമുക്ക് ഈ ഇത്രയും വലിയ 7,13,690 രൂപ എന്നുള്ള വലിയൊരു തുക നമുക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. കൂലിപ്പണിക്കാരനാണ് എയ്യാൽ മണ്ണടി വീട്ടിൽ മുരളി. മക്കളായ 22 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ, 18 വയസ്സുള്ള ജയസൂര്യ എന്നിവർ ജനിച്ചതു മുതൽ ഓട്ടിസം എന്ന അസുഖം ബാധിച്ചവരാണ്. ഭാര്യ സുമയും അസുഖബാധിതയാണ്. ആകെയുള്ള 5 സെന്റ് സ്ഥലത്ത് കയറിക്കിടക്കാൻ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി 10 വർഷം മുൻപ് സഹകരണ ബാങ്കിൽ നിന്ന് 3.5 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. ഇതിനുശേഷവും മക്കളുടെ ചികിത്സയ്ക്കും പ്രത്യേക പഠനത്തിനുമായി വായ്പ പുതുക്കിയെടുത്തു. പിന്നീട് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. പലിശയും പിഴപ്പലിശയുമടക്കം വായ്പ 9 ലക്ഷമായി മാറി. തുടർന്ന് ബാങ്ക് ജപ്തി നടപടികൾക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങി. റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടിയെ ഇവർ വിവരമറിയിക്കുകയും TCV വാർത്തയെ തുടർന്ന് നിരവധി പേർ ഈ നിർധന കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു. ഇതോടൊപ്പം
എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാടൊന്നിച്ച് കൈകോർത്തപ്പോൾ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഫണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. ബാങ്ക് അധികൃതരുമായി ചർച്ച ചെയ്ത് പിഴപ്പലിശ ഒഴിവാക്കി 7,13,690 രൂപ നൽകി ആധാരം തിരിച്ചെടുത്തു. തുടർന്ന് എയ്യാൽ ഗ്രാമസഭാ കൂട്ടായ്മ അഡ്മിൻമാർ മുരളിക്കും കുടുംബത്തിനും വീടിന്റെ ആധാരം കൈമാറി. TCB എരുമപ്പെട്ടി. എറവ് സ്കൂളിന് സമീപം ആറുമുറി കോൾപ്പടവിൽ ഉണക്കപ്പുല്ലിന് തീപിടിച്ച് ഏക്കർ കണക്കിന് പ്രദേശം കത്തിനശിച്ചു. നാട്ടികയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മുരളീധര പിള്ള, ചന്ദ്രൻ, ശങ്കരൻ, വിജീഷ്, വിഷ്ണു, ബൈജു എന്നിവരടങ്ങിയ സംഘമാണ് തീയണച്ചത്. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് പുനർനിർമ്മിച്ച മദ്രസത്തുൽ ബദ്രിയ ഹയർ സെക്കൻഡറി മദ്രസ കെട്ടിടം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനം നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ K. ബാബു അധ്യക്ഷനായി. സമസ്ത കേരള മുഷാവറ അംഗം അബ്ദുസലാം ഭാഗവി, മഹല്ല് ഖത്തീബ് അബ്ദുസലാം ധാരിമി, വാർഡ് കൌൺസിലർ BV ജോയ്, P. ഹംസ, PK ഷാഫി, ഷിബു കൈപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഓപ്പരി സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷികം ആഘോഷിച്ചു. ഗുരുവായൂർ നഗരസഭ വായനശാല ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ MP മനോജ് ഉദ്ഘാടനം ചെയ്തു. KM മനോജ് അധ്യക്ഷനായി. തിരക്കഥാകൃത്ത് ബാബു വയലത്തൂർ, ശ്രുതി വയലത്തൂർ, ധന്യ വേങ്ങച്ചേരി തുടങ്ങിയവരെ ആദരിച്ചു. നീതു മനോജ്, മിനി സത്യൻ, രേഖ മിജു, ബാബു അകലാട് തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം 52-ാം നമ്പർ ചൈതന്യ അങ്കണവാടിയിൽ 34 വർഷം സേവനമനുഷ്ഠിച്ച അങ്കണവാടി ഹെൽപ്പർ കമലയ്ക്ക് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ കല വിരമിക്കുന്ന അങ്കണവാടി ഹെൽപ്പർ കമലയ്ക്ക് ഉപഹാരം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉഷ്ണതരംഗത്തിൽ തളർന്ന ജില്ല. ബൈക്ക് യാത്രയ്ക്കിടെ അന്തിക്കാട് സ്വദേശിക്ക് സൂര്യതാപമേറ്റു. കാനാടിയിൽ നിന്ന് കാണാതായ യുവതിയെയും 1.5 വയസ്സുകാരിയ മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് കല്ലിടവഴി സ്വദേശി കൃഷ്ണപ്രിയ, മകൾ പൂജിത എന്നിവരാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഭക്തിസാന്ദ്രം. ക്ഷേത്രഗോപുരം വിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി. ആറാട്ടിന് ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ കടവ് ഒരുങ്ങി. പെരുമ്പിലാവ് ചന്തയിൽ പോത്തിന്റെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.